ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മികച്ച ഒരു ഗെയിനോട് കൂടിയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ കാണുന്നത്. US-ഇറാൻ തർക്കങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള ആ ഒരു ആഗോള അനിശ്ചിതത്വം കാരണം വിപണി ഒരു താഴ്ന്ന നിലയിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് IT ബാങ്കിങ് സ്റ്റോക്കുകളുടെ ആ ഒരു മുന്നേറ്റത്തിൽ വിപണി ശക്തമായി തിരിച്ചു കയറിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫൈനലായിട്ട് 25,700 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25,725 ഫൈനലായിട്ട് നമ്മൾ നിഫ്റ്റി കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻട്രാഡേ റിക്കവറി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു റീബൗണ്ടാണ്. അപ്പോൾ ആന്ത്രോപിക് പോലെയുള്ള AI കമ്പനികളുമായി പുതിയ ഡീലുകൾ ഉണ്ടായതും അതേപോലെ ട്രേഡ് ഡാറ്റയിൽ സർവീസ് എക്സ്പോർട്ട്, പ്രത്യേകിച്ച് ഈ IT സർവീസ് എക്സ്പോർട്ട് വർദ്ധിച്ചതും ഇൻഫോസിസ്, TCS പോലെയുള്ള സ്റ്റോക്കുകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് നൽകാൻ കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഷോർട്ട് കവറിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകുമെന്ന് കരുതിയിട്ട് സെൽഫ് പൊസിഷൻ എടുത്തവർ അഥവാ ഷോർട്ട് സെല്ലേഴ്സ് അവർ വില കൂടുന്നത് കണ്ടതുകൊണ്ട് ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഓഹരികൾ നിർബന്ധിതമായിട്ട് വാങ്ങേണ്ടി വന്നതും ആ മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും HDFC ബാങ്ക്, അതുപോലെ ITC, BEL പോലെയുള്ള ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ഏകദേശം 2% വരെയുള്ള വർധനവ് മൊത്തത്തിൽ നിഫ്റ്റിയെ ആ ഒരു പോസിറ്റീവ് സോണിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അഡ്വാൻസ് ഡിക്ലൈൻ ആ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1932 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 1217 മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ബ്രോഡ് മാർക്കറ്റിൽ ഒരു ബൈങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും എല്ലാം ആ ഒരു ബൈങ് എന്ന് ദൃശ്യമാണ്. ഈ ഇൻഡെക്സുകളെല്ലാം പോസിറ്റീവിൽ ക്ലോസ് ആയിട്ട് കാണാം. കൂടാതെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 സെക്ടറുകൾ മാത്രമാണ് നെഗറ്റീവിൽ കാണുന്നത്. ഒന്ന് മെറ്റൽ, അതുപോലെ റിയൽറ്റി, അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്. ബാക്കിയുള്ള എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഫോളോ നടന്നിട്ടുള്ള IT സ്റ്റോക്കുകളിലാണ് സെക്ടർ ഇൻഡെക്സുകളിൽ ഏറ്റവും നന്നായ പെർഫോമൻസ് നടത്തിയത്. അപ്പോൾ 1% കൂടുതലുള്ള ഒരു അപ്സൈഡ് മൂവ് നടത്തിയ സെക്ടർ IT ഇൻഡെക്സ് മാത്രമാണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,850, 25,900 എന്നീ ലെവലുകൾ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കടന്നാൽ മാത്രമേ 26,000 എന്നുള്ള അവർ പഴയ നിലവാരത്തിലേക്ക് നിഫ്റ്റിക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് കാണുന്നത് 25,550 അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഗ്ലോബൽ ക്യൂസോ മറ്റെന്തെങ്കിലും ന്യൂസുകളോ വന്നാൽ മാർക്കറ്റ് അഥവാ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലെവലാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യത. പിന്നീടുള്ള നെക്സ്റ്റ് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,400 അപ്പോൾ IT സ്റ്റോക്കുകളിലെ ഒരു റിക്കവറിക്ക് കാരണമായിട്ട് ഇന്ന് കാണുന്നത് US പ്രമുഖ AI സ്റ്റാർട്ടപ്പായിട്ടുള്ള ആന്ത്രോപിക്, അവർ ഇന്ത്യയിലെ തന്നെ IT ഭീമനായിട്ടുള്ള ഇൻഫോസിസും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് നടക്കുകയുണ്ടായി. ഇന്ന് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഹോട്ട് ന്യൂസ് അത് തന്നെയായിരുന്നു. അപ്പോൾ ആധുനിക AI സൊല്യൂഷനുകൾ വികസിപ്പിക്കുക, അതുപോലെ ടെലികോം, ഫൈനാൻഷ്യൽ സർവീസസ്, മാനുഫാക്ചറിംഗ് മേഖലകളിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള AI സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് മോഡലുകളെ, പ്രത്യേകിച്ച് ക്ലൗഡ് കോഡിനെ ഇൻഫോസിസിൻ്റെ ടോപ്പാസ് AI പ്ലാറ്റ്ഫോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ഡീലിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതിനായിട്ട് ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ഒരു ഉദാഹരണമായിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിലവിൽ ഇപ്പോൾ ആന്ത്രോപിക് ഇന്ത്യയുടെ അവരുടെ ആദ്യത്തെ ഓഫീസ് ഒഫീഷ്യലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അമേരിക്ക കഴിഞ്ഞാൽ ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് ഏറ്റവും അധികം കൂടുതൽ കൺസ്യൂമേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. ഇതുകൂടാതെ എയർ ഇന്ത്യ, കോഗ്നിസെൻ്റ് തുടങ്ങിയ കമ്പനികളുമായും ആന്ത്രോപിക് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ തങ്ങളുടെ സോഫ്റ്റ്വെയർ വേഗത്തിൽ വികസിപ്പിക്കാൻ വേണ്ടി ആന്ത്രോപിക്കിൻ്റെ സേവനം തേടുകയാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള AI ഇന്ത്യൻ IT കമ്പനികൾ തമ്മിലുള്ള ഈ ഒരു പുതിയ ഡീലിൻ്റെ ഭാഗമായിട്ട് IT ഓഹരികളിൽ വലിയൊരു ഉണർവുണ്ടായിട്ടുണ്ട്. ഇന്ന് ഇൻഫോസിസ് തന്നെ 3 മുതൽ 4% വരെ ഉയർന്നതായിട്ട് കാണാം. കൂടാതെ IT കമ്പനികൾക്ക് AI വലിയൊരു വെല്ലുവിളിയാകും എന്നുള്ള ഒരു പേടി അത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കുറേയൊക്കെ മാറാൻ ഈ ഡീൽ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇത് കൂടാതെ ന്യൂഡൽഹിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആന്ത്രോപിക്കിൻ്റെ CEO ആയിട്ടുള്ള ഡാരിയോ അമോഡി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനികളുമായിട്ടുള്ള പുതിയ കരാറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കോൺഫിഡൻസ് മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പുതിയൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇന്നലെ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റയുള്ള ഇന്ത്യയുടെ ജനുവരി മാസത്തെ ട്രേഡ് ഡാറ്റ, അത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് പുറത്തുവിട്ടതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്കുകൾ പ്രകാരം എക്സ്പോർട്ടിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇമ്പോർട്ടും അതേപോലെ വർദ്ധിച്ചതുകൊണ്ട് തന്നെ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്.
ഇപ്പോൾ പ്രൊഡക്ട്സും സർവീസും ഒന്നിച്ച് ചേർന്നുള്ള മൊത്തത്തിലുള്ള എക്സ്പോർട്ട് $80 ബില്യൺ ആയിട്ടാണ് കാണുന്നത്. ഇത് ഇയർ ഓൺ ഇയറിൽ 13% വർധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എക്സ്പോർട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇമ്പോർട്ട് $90 ബില്യൺ വന്നിട്ടുള്ളത്. അതായത് ഈ പ്രൊഡക്റ്റും സർവീസും അടക്കമുള്ള മൊത്തത്തിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ ട്രേഡ് ഡെഫിസിറ്റ് ഇപ്പോൾ $10 ബില്യൺ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ഇതേ ജനുവരിയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരെ ഡബിൾ ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ആ ട്രേഡ് ഡെഫിസിറ്റ് $5 ബില്യൺ അടുത്ത് മാത്രമായിരുന്നു. എന്നാൽ പ്രൊഡക്റ്റ് മേഖലയിൽ അഥവാ മർക്കൻഡൈസ് മേഖലയിൽ ആ ട്രേഡ് ഡെഫിസിറ്റ് വളരെ പ്രകടമാണെങ്കിലും IT സർവീസ് എക്സ്പോർട്ടിൻ്റെ പെർഫോമൻസ് പ്രതീക്ഷ നൽകുന്നതാണ്. IT മേഖല ഉൾപ്പെടുന്ന ആ സർവീസ് സെക്ടർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കാരണം സർവീസിൻ്റെ ആ ഒരു എക്സ്പോർട്ടിൽ ജനുവരിയിൽ 43 ബില്യൺ ആണ് അത് ഉയർന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് 34 ബില്യൺ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മൊത്തം ആ ഒരു ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ്റെ പകുതിയിലധികം സംഭാവന ചെയ്യുന്നത് ഈ ഒരു സർവീസ് എക്സ്പോർട്ടാണ്. അപ്പോൾ ഗ്ലോബൽ ക്യൂസിൻ്റെ ആ ഒരു അനിശ്ചിതത്വത്തിനും ആ ഒരു പ്രതിസന്ധികൾക്കും ഒക്കെ ഇടയിൽ ഇന്ത്യയിലെ IT സേവനങ്ങൾക്ക് ഡിമാൻഡ് ഇപ്പോഴും വർദ്ധിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ താൽക്കാലികമായിട്ട് താരിഫിൻ്റെ ആ ഒരു പോളിസികളൊക്കെ കാരണം ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിലുള്ള എക്സ്പോർട്ട് യൂറോപ്യൻ മാർക്കറ്റിലും മറ്റു മാർക്കറ്റിലും ഒക്കെ വർദ്ധിച്ചതാണ് IT എക്സ്പോർട്ട് വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ ഇന്ത്യയിലെ ഗ്ലോബൽ കാപ്പബിലിറ്റി സെൻറ്റേഴ്സിൽ ഹൈ വാല്യൂ ആയിട്ടുള്ള ടെക്നോളജി ജോബുകൾ ഇന്ത്യയിലേക്ക് വരുന്നതും ITയുടെ ആ ഒരു എക്സ്പോർട്ട് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ പ്രൊഡക്റ്റ് മേഖലയിലുള്ള ഇമ്പോർട്ട് വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് സ്വർണത്തിൻ്റെയും ഗോൾഡിൻ്റെയും ഇറക്കുമതിയാണ്. അതാണ് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇത്രമാത്രം ഉയർത്താൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ ആ ഒരു ഡിമാൻഡ് കുറയുന്നത് മുറക്ക് ഈ ട്രേഡ് ഡെഫിസിറ്റ് ബാലൻസ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് കാണാൻ കഴിയും. കാരണം ബെയിൻ ക്യാപിറ്റൽ അവർക്ക് ഈ മണപ്പുറം ഫിനാൻസിൽ നിക്ഷേപിക്കുവാനുള്ള ഫൈനൽ അപ്രൂവൽ റിസർവ് ബാങ്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി മണപ്പുറം സ്റ്റോക്കിൽ ഈ ബെയിൻ ക്യാപിറ്റൽ ഒരു ജോയിൻറ്റ് പ്രൊമോട്ടറായിട്ട് നിൽക്കും. കാരണം ഏകദേശം 4385 കോടിയുടെ ഒരു വൻ നിക്ഷേപമാണ് അവർ ഇതിൽ നടത്തുന്നത്. ഇവിടെ 236 രൂപ പെർ ഷെയർ എന്നുള്ള നിലക്കാണ് ഇവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മണപ്പുറം ഫിനാൻസിൽ നടത്തുന്നത്. അപ്പോൾ തുടക്കത്തിൽ 18% ഓഹരികൾ വാങ്ങുകയും തുടർന്ന് ഏകദേശം 26% ഓഹരികൾ കൂടി ഓപ്പൺ ഓഫറിലൂടെ വാങ്ങാനുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള മണപ്പുറത്തിൻ്റെ പ്രൊമോട്ടറായിട്ട് VP നന്ദകുമാറിനോടൊപ്പം ചേർന്ന് ബെയിൻ ക്യാപിറ്റലും ഈ കമ്പനിയെ നയിക്കും. അപ്പോൾ ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും അവിടെ ബെയിൻ ക്യാപിറ്റലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ബോർഡിലെത്തുകയും ചെയ്യും. അപ്പോൾ നിലവിൽ മണപ്പുറം ഫിനാൻസ് 300 രൂപയ്ക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ഡീല് 236 എന്നുള്ള ആൾക്കാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് ഫോൾ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഇതിൽ പ്രൊമോട്ടറായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്ക് മാറുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ കണ്ടെത്താൻ ഈ കമ്പനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ലോങ് ടേമിൽ ഗുണം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം സ്റ്റോക്കിൽ ഇന്ന് ഏകദേശം 1% ഒരു ഗെയിനാണ് നമ്മൾ കാണുന്നത്. മണപ്പുറത്തിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 295 അപ്സൈഡിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 320 അപ്പോൾ ഏതായാലും മണപ്പുറം സ്റ്റോക്കിൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം RBIയുടെ ഒരു പച്ചക്കൊടി ഈ ഒരു കമ്പനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു മെയിൽ സ്റ്റോൺ ആണ്. കാരണം ബെയിൻ ക്യാപിറ്റലിൻ്റെ ഒരു സാന്നിധ്യം അത് മണപ്പുറത്തിന് ഒരു പ്രൊഫഷണൽ കമ്പനിയായിട്ട് മാറ്റാൻ സഹായിച്ചേക്കും. ഇനി മറ്റ് 2 സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു വാർത്ത, ഇപ്പോൾ കേരള ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കായിട്ടുള്ള ഫെഡറൽ ബാങ്കിനും അതുപോലെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിലും അവിടെ വൻ നിക്ഷേപമായിട്ട് ICICI ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ബാങ്കുകളുടെയും ഏകദേശം 9.95% ഓഹരികൾ ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കും അതേപോലെ ICICI ബാങ്കിനും അക്വയർ ചെയ്യാനുള്ള അപ്രൂവൽ RBI നൽകിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിലൊന്നായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോണിനും ഈ ഫെഡറൽ ബാങ്കിലെ ഓഹരികൾ വാങ്ങാൻ RBI അനുമതി നൽകിയത്. അപ്പോൾ അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഏഷ്യ2 ടോപ്കോ ആയിരിക്കും ഈ ബാങ്കിൻ്റെ 9.99% ഓഹരികൾ വാങ്ങുക. അപ്പോൾ ഇവിടെ ICICIയും ഇതേ ഓഹരികൾ വാങ്ങുമ്പോൾ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 തീരുമാനങ്ങളും പ്രധാനമാണ്. കാരണം ഒരു പ്രൊമോട്ടർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബാങ്കിൻ്റെ ആ ഒരു ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഡീല് വഴിയും ഏകദേശം 20% ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയും ഒരു ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയും സ്വന്തമാക്കാൻ പോകുന്നത്. ഈക്വിറ്റാസ് സ്മോൾ ഫിനാൻസിൻ്റെ ബാങ്കിൻ്റെ കാര്യത്തിലും ICICIയുടെ കടന്നുവരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 9.95% സ്റ്റോക്കുകളാണ് ഇവർക്ക് വാങ്ങാനുള്ള അനുമതി കിട്ടിയിരിക്കുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കിങ് സെക്ടറിൽ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് ഈക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ICICIയുടെ കടന്നുവരവ് ഈ സ്റ്റോക്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻ്റം ഉണ്ടാക്കാൻ സഹായിച്ചേക്കും.
അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്ലാക്ക് സ്റ്റോണും അതുപോലെ ICICI ഗ്രൂപ്പ് പോലുള്ളവർ ഈ ബാങ്കുകളെ ലക്ഷ്യമിടുന്നതിൻ്റെ പിന്നിൽ, കാരണം ഈ രണ്ട് ബാങ്കുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കുകളാണ്, ശക്തമായ ബേസ് ഈ രണ്ട് ബാങ്കുകൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബാങ്കുകളെയാണ് ഇത്തരം ഭീമന്മാർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ ഒരു വർഷത്തെ സാവകാശം ഇവർക്കുണ്ട്. അതിനാൽ പെട്ടെന്ന് തന്നെ ഈ സ്റ്റോക്ക് വലിയ തോതിൽ മുന്നോട്ടേക്ക് പോകണമെന്നില്ല, ഇത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് ടേം പൊസിഷൻ ഈ സ്റ്റോക്കുകൾ എടുക്കുന്നത് മണ്ടത്തരമായിരിക്കും. ലോങ് ടേം വ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത ആരായേണ്ടത്. ഇനി നമ്മൾ ഗോൾഡ് സിൽവറിൻ്റെ ഒരു പ്രൈസിലേക്ക് വന്നിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് നോക്കുകയാണെങ്കിൽ, ഈ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഗ്ലോബൽ വിപണിയിൽ വലിയ ഇടിവാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു കാരണം ചൈനീസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ചൈന ഈ ന്യൂ ഇയർ കാരണം ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച് ഇന്ന് ക്ലോസ് ആണ്. ഇത് കാരണം ഗ്ലോബൽ വിപണിയിലുള്ള ലിക്വിഡിറ്റി കുറഞ്ഞതാണ് ഗോൾഡ് പ്രൈസ് കുറയാൻ ഒരു കാരണം. ഇതുകൂടാതെ US ഡോളർ നന്നായിട്ട് മുന്നേറിയതായിട്ട് കാണാം, അത് വീണ്ടും 97 മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡോളർ ഇൻഡെക്സ് ശക്തമാകുന്നതോടെ സ്വാഭാവികമായിട്ടും ആളുകൾ സ്വർണത്തിൽ നിന്ന് മാറി ഫണ്ട് ഡോളറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറേ കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇറാനും US-ഉമായിട്ടുള്ള ആ ഒരു ന്യൂക്ലിയർ ഡീല് ചർച്ചകൾ ഇപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കൂടാതെ റഷ്യയുമായിട്ടുള്ള ചില ഡീലുകളും നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറേ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സേഫ് ഹേവനിൽ നിന്നും ആളുകൾ ഈക്വിറ്റിയിലേക്ക് വരാൻ ഒരു കാരണമാകും. ഇതുകൂടാതെ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഗോൾഡ് സിൽവറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും സ്വാഭാവികമായിട്ടുണ്ടാവും. എങ്കിലും ഈ ഗോൾഡിലും സിൽവറിലുമുള്ള ഈ ഒരു ഇടിവ് ടെമ്പററി ആണെന്നും യഥാർത്ഥത്തിലുള്ള ഓരോ ഡിപ്പും ഒരു ബൈങ് അവസരമായിട്ട് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ലോങ് ടേം വ്യൂ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.